ഹലോ ഗുട്ടൻ ടാഗ് വെൽക്കം ഓഫ് മൈനം ഖനാൽ വെൽക്കം ടു മൈ ചാനൽ ഈസി ജർമ്മൻ ഇൻ മലയാളം. എൻ്റെ വീഡിയോസിന് ഒരുപാട് വ്യൂസ് ഇല്ലെങ്കിലും കാണുന്ന കുറച്ച് പേരാണെങ്കിലും അവരൊക്കെ സമയമെടുത്ത് എനിക്ക് മെയിൽ അയക്കാറുണ്ട്. മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യം ഹ്യൂറൻ്റെ കാര്യമാണ്. ഹ്യൂറൻ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ടിപ്സിനെ കുറിച്ചിട്ടാണ് എന്നോട് ചോദിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ഒരു വാല്യുബിൾ ടൈം, നിങ്ങളുടെ വിലയേറിയ സമയം കണ്ടെത്തി എനിക്ക് മെയിൽ അയച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഒരു വീക്കിൽ 2-3 വീഡിയോസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാത്തത് എൻ്റെ സമയക്കുറവ് മൂലമാണ്. ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ തന്നെയും എനിക്ക് കുറേ സമയം വേണ്ടി വരും. ഇപ്പോൾ അത് നോട്ട്സ് എടുക്കുമ്പോഴായാലും അതിൻ്റെ എക്സാമ്പിൾസൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴായാലും അത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ നോക്കി ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പകുതി ദിവസം തന്നെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കുന്നതായിട്ട് വേണ്ടി വരും. അതൊക്കെ കൊണ്ടാണ് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാത്തത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ജർമ്മൻ പഠിക്കുന്ന ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അവരോടും പറയുക, ഇത് കാണാൻ തന്നെ അവരോട് പറയുക. ഓക്കെ, അപ്പോൾ ഇന്ന് എക്സാമിന് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. ഇതിൽ എക്സാമിന് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും അതുപോലെ എക്സാമിൻ്റെ സമയത്ത് എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണമെന്നും പിന്നെ ഞാൻ എൻ്റെ എക്സാമിൻ്റെ ടൈമിൽ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്പെൻഡ് ടൈം. നമുക്ക് ടൈം ഇതിനായിട്ട് ജർമ്മൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളൊരു സൈഡ് ബിസിനസ് പോലെ ഒരു സൈഡിൽ കൂടെ എപ്പോഴേലും ഒന്ന് പഠിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കുക, എക്സാം വരേണ്ട സമയത്ത് ജസ്റ്റ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പോവുക, അങ്ങനൊരു സംഭവം ഈ ഒരു കാര്യത്തിൽ നടക്കില്ല. നമുക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വേണ്ടത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനായിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളത് മെയിൻ കാര്യം. ലേൺ വൊക്കാബുലറി വളരെ മസ്റ്റാണ്. ഒരാളൊരു കാര്യം ചോദിക്കുകയാണ്, വെർ ഇസ് ദ റെയിൽവേ സ്റ്റേഷൻ, വോയിസ് ദെയർ ബാൻഹോഫ്. അപ്പോൾ ബാൻഹോഫ് എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായാൽ മാത്രമേ, നമുക്ക് ആ വൊക്കാബുലറി അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. സോ ലേൺ വൊക്കാബുലറി ഫ്രം A1, അത് മസ്റ്റാണ്. പിന്നെ നിങ്ങൾ ഓരോ ചാപ്റ്ററും പഠിക്കുമ്പോഴും ഓരോ ചാപ്റ്ററിൻ്റെയും വൊക്കാബുലറി എഴുതി പഠിക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം വീഡിയോസ്, കാർട്ടൂൺസ്. ഈ വീഡിയോസ് എന്ന് പറയുന്നത് നമുക്ക് യൂട്യൂബിൽ കുറേ വീഡിയോസ് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു കാർട്ടൂൺ ടൈപ്പിലുള്ള അനിമേറ്റഡ് വീഡിയോസ് സബ് ടൈറ്റിലായിട്ട് ഇംഗ്ലീഷ് കാണും. അത് വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നൊന്നെന്ന് പറയുന്നത് ലാങ്സാം ഗെഷ്പ്രോഹന നഹ്റിഷ്ടൻ. ഇത് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് സ്ലോ ആയിട്ട് പറയുന്നതാണ്, നമുക്ക് ഈസിലി അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സൈഡിൽ കൂടെ നിങ്ങൾ ഫോണിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഫോണായിരിക്കുമല്ലോ. സോ നിങ്ങൾ കൂടുതലും ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക, ഇത് കേൾക്കുക. ഇതിൽ ഉള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സംഭവം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ തികച്ചും അപരിചിതമായിട്ടുള്ളൊരു കാര്യം പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ തലയിൽ അത് കയറുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റ് ആവുന്നതിൻ്റെ കാര്യം നമ്മുടെ തലച്ചോറിന് അത് ഒട്ടും യൂസ്ഡ് അല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഈ കാർട്ടൂൺസ്, വീഡിയോസ്, ഇതൊക്കെ നമ്മൾ വെറുതെ എങ്കിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ തലച്ചോറിന് അത് കേട്ടൊരു പരിചയം വരണം. ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുപോലൊരു ഓഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്ത് വെക്കുക. പ്ലേ ചെയ്ത് വെക്കുമ്പോൾ നമ്മളത് മാനുവലി അത് ശ്രദ്ധിക്കണമെന്ന് തന്നെ ഇല്ല, അല്ലാതെ തന്നെ നമ്മളെ ബ്രെയിൻ അത് ക്യാപ്ചർ ചെയ്തെടുക്കും. അപ്പം നമ്മുടെ ഇപ്പോൾ ചില വാക്കുകൾ, ചില സ്ട്രക്ചർ, പാറ്റേണുകൾ, ഇതൊക്കെ നമ്മുടെ ബ്രെയിന് കുറച്ചും കൂടി യൂസ്ഡ് ആവും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. ഇങ്ങനെ ഡെയിലി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ നേരത്ത് ആ ഒരു ആക്സെൻറ്റുകൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുക. അത് എന്നെ സംബന്ധിച്ച് ഇത് ശരിക്കും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസ്, ഓഡിയോസ്, പോഡ്കാസ്റ്റൊക്കെ കേൾക്കുക. ഇപ്പം നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളായിട്ടത് കേൾക്കുന്നില്ലെങ്കിൽ പോലും ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളത് പ്ലേ ചെയ്യുക. നമ്മുടെ ബ്രെയിൻ അത് ക്യാപ്ചർ ചെയ്തെടുക്കും. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാര്യം നിങ്ങൾക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടും പിന്നീട് അത് കേൾക്കുന്ന സമയത്ത്. ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം. പിന്നൊന്ന് എക്സാമിന് മുമ്പായിട്ട്, ബിഫോർ എക്സാം,
അതായത് ഇപ്പം നമുക്ക് ഡേറ്റൊക്കെ എടുത്താൽ നമ്മൾ 2 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ നമുക്ക് എക്സാം ആണെന്ന് വെച്ചോ. അപ്പോൾ ആ ഒരു സമയത്ത് എക്സാമിന് മുമ്പായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യം, ഒന്നാമത്തേത് ആ എക്സാം പാറ്റേണുമായിട്ടൊന്ന് ഫെമിലിയർ ആകുക എന്നുള്ളതാണ്. അപ്പം അതിന് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ വീഡിയോസും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് ആൻസർ ആലോചിച്ച് അങ്ങനെ ചെയ്യുന്നതിന് പകരം, അപ്പം നമ്മൾ 4 മൊഡ്യൂളായിട്ടാണെങ്കിൽ ഇപ്പം ആദ്യം മുതൽ അവസാനം വരെയും അത് പോസ് ചെയ്ത് വെക്കുക, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുക. ഇപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട് അതിൽ നമുക്ക് ടൈം കിട്ടുമല്ലോ, 10 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡ് നമുക്ക് സമയമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് അതിനൊപ്പം ആ സെയിം രീതി ഫോളോ ചെയ്യുക. അതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് എടുക്കുക. ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ സ്റ്റോറിയാണ്. ഇപ്പം അവർ നമുക്കിപ്പം ഫസ്റ്റത്തെ ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു സ്റ്റോറി ആയിട്ടല്ലേ പറയുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ മൊത്തം കൂടിയുള്ള ഒരു സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടും. അതാണ് ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഈ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ സഹായം ഇല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് അത് ചെയ്യാൻ നോക്കുക. രണ്ടാമത് ആ ട്രാൻസ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അവരെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു ഐഡിയ കിട്ടും. ആ ട്രാൻസ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം നിങ്ങളത് വീണ്ടും ആ ഓഡിയോ വീണ്ടും കേൾക്കുക, വീണ്ടും ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. ഇതൊരു രീതിയാണ്. ഇതും എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു കാര്യമാണ്. ഇനി ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ വൊക്കാബുലറി. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വാക്കിന് തന്നെ പല സിനോണിംസ് കാണും. അതായത് ഇപ്പം പോകുക എന്നൊരു വാക്കിന് അതേ അർത്ഥം വരുന്ന വേറെയും പല വാക്കുകൾ കാണും. അപ്പോൾ നിങ്ങൾക്കതിൽ പരിചയമില്ലാത്ത വൊക്കാബുലറി എഴുതുക, അതിൻ്റെ മീനിങ് ഗൂഗിളിലോ മറ്റോ നോക്കി നിങ്ങളതിൻ്റെ മീനിങ് എഴുതി വയ്ക്കുക, അത് പഠിക്കുക. അപ്പം അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ട്രാൻസ്ക്രിപ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് ആദ്യമേ തന്നെ ട്രാൻസ്ക്രിപ്റ്റ് വായിക്കാനായിട്ട് നിങ്ങൾ ഇരിക്കരുത്. കാര്യം നിങ്ങൾ സ്വയം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഇതിൽ നമ്പേഴ്സ്, ടൈം, അതായത് ആഫ്റ്റർനൂണ്, ബിഫോർ നൂണ്, ഇതുപോലെയുള്ള ചില സമയങ്ങൾ, ചില നമ്പേഴ്സൊക്കെ പറയുന്നത് നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. കാര്യം നമുക്കത് പെട്ടെന്ന് കേൾക്കുമ്പോൾ കൺഫ്യൂഷനാവും. ഇവരിപ്പോൾ 23 എന്ന് പറയുന്നത് 3/6. അപ്പോൾ അതുപോലെ വലിയ വലിയ നമ്പേഴ്സൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് നോക്കി വയ്ക്കുക. പിന്നത്തെ കാര്യം, ഇപ്പം ഏതെങ്കിലും 1-2 മോഡൽ ടെസ്റ്റ് മാത്രം നോക്കുകയല്ല ശരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ B2 ആണെങ്കിൽ നമുക്ക് കുറേ പഠിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് കാണും. അപ്പോൾ അതിലേക്കുള്ള ഹ്യൂറൻ ഫുള്ള് നിങ്ങളിന്ന് കേൾക്കുക. ഞാൻ പറഞ്ഞുവല്ലോ, നമുക്കിതിൽ പ്രാക്ടീസാണ് വേണ്ടത്. കാര്യം ഹ്യൂറൻ എന്ന് പറഞ്ഞാൽ വേറെ നമുക്കതൊന്നും ചെയ്യാനില്ല, നമ്മൾ കേട്ട് മനസ്സിലാക്കി എടുക്കണം. യൂട്യൂബിൽ ഇതിൻ്റെ എല്ലാ മോഡൽ ടെസ്റ്റ്, ഒരുവിധമുള്ള മോഡൽ ടെസ്റ്റ് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. സോ ഡെയിലി കണ്ടിന്യൂസ് പ്രാക്ടീസ് മസ്റ്റാണ്. എങ്കിൽ നമുക്കത് കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്കത് മനസ്സിലാക്കി എഴുതാൻ പറ്റും. ഇനി എക്സാം ഡേയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതിൽ പ്രധാനമായിട്ട് വേണ്ടത് അറ്റൻഷൻ, ശ്രദ്ധയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇപ്പോൾ നമ്മൾ എക്സാമിൻ്റെ ആ ദിവസം നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ച, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുവാണെങ്കിൽ നമുക്കൊരിക്കലും ഇത് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ നമുക്കറിയാം, നല്ല പിൻ ഡ്രോപ്പ് സൈലൻസിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് നമുക്കതൊന്ന് ശ്രദ്ധിക്കാൻ പറ്റും. പിന്നത്തെ കാര്യം, ഈ ക്വസ്റ്റ്യൻ വായിക്കാൻ തരുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് അതിലെ കീവേഡ്സ് മാർക്ക് ചെയ്യുക. കീവേഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ പറയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ കേൾക്കുന്നത് ഒരു വെതർ റിപ്പോർട്ടായിരിക്കും, ഒരു ക്ലൈമറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും എന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ഒരു വേർഡ് നമ്മൾ അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യമായിരിക്കും അവർ ആ സ്റ്റോറിക്കകത്ത് അവർ പറയുന്നുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ കണക്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ആൻസർ, ഒരുവിധം എളുപ്പത്തിൽ നമുക്ക് ആൻസർ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ആൻസർ എഴുതി കഴിഞ്ഞതിന് ശേഷം അത് അപ്പം തന്നെ അവിടെ വിടുക. നിങ്ങളത് വീണ്ടും ഇങ്ങനെ റീകോൾ ചെയ്തുകൊണ്ടിരിക്കരുത്. അല്ലെങ്കിൽ അയ്യോ ഈ കഴിഞ്ഞതിൻ്റെ ഉത്തരം ഇങ്ങനെ അല്ലായിരുന്നോ, അതിലവർ ഇങ്ങനെയല്ലേ ആ ഓഡിയോയിൽ പറഞ്ഞ കാര്യം, അങ്ങനെ നിങ്ങൾ ഒരിക്കലും കഴിഞ്ഞത് കഴിഞ്ഞു വീണ്ടും നിങ്ങളത് കേൾക്കാൻ അല്ലെങ്കിൽ അത് ചിന്തിച്ചുകൊണ്ടോ നിങ്ങൾ ഇരിക്കരുത്. കാര്യം
കൺഫ്യൂഷനായാൽ നിങ്ങളുടെ ബാക്കി ഓഡിയോസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, ശ്രദ്ധിക്കാൻ പറ്റില്ല, ബാക്കി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. ഇത് എല്ലാവർക്കും പറ്റുന്നൊരു കോമൺ മിസ്റ്റേക്കാണ്. ഈവൻ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും ആ ഓഡിയോ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ കഴിഞ്ഞ ഉത്തരം എന്താണ് എഴുതിയത് അത് ശരിയല്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെയാണ് കോമണായിട്ട് പറയാനുള്ള കാര്യം. ഇനി ഞാൻ എൻ്റെ എക്സാമിന് ഞാൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്തതെന്നുകൊണ്ട് ഞാൻ പറയാം. അതായത് ഞാൻ A1 പഠിക്കുമ്പോൾ മുതലേ എല്ലാ വൊക്കാബുലറി ഞാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. എൻ്റെ ടീച്ചേഴ്സ് എനിക്ക് അതിൻ്റെ വൊക്കാബുലറി ലിസ്റ്റ് തരുമായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഓഡിയോസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാർട്ടൂൺ വീഡിയോസ് ഞാൻ ഡെയിലി കാണുമായിരുന്നു. അതുകൊണ്ട് എനിക്കിത് ഓഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചതിൽ ഒന്നാമത്തെ കാര്യം നമുക്കതിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും. മറ്റേത് ഒരു 2 മിനിറ്റ് പോലും തികച്ച് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് വേറെ എവിടേക്കോ പോകുമായിരുന്നു. അപ്പം നമ്മുടെ ബ്രെയിൻ ഇതൊന്ന് യൂസ്ഡായി വന്ന സമയത്ത് എനിക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റി. പിന്നീട് ഞാൻ ഒരു 1-2 മണിക്കൂർ അങ്ങനത്തെ ഒരു ക്ലാസ് അല്ലായിരുന്നു, ഒരു ഫുൾ ടൈം ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഞാൻ ഈ ഒരു ലാംഗ്വേജായിട്ടാണ് എൻഗേജ്ഡ് ആയിട്ടിരുന്നത്. പിന്നീട് എക്സാമിൻ്റെ സമയത്ത് ഞാനൊരു 1.5 മാസം മുമ്പായിട്ടാണ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. ഈ പറഞ്ഞ മോഡൽ ടെസ്റ്റുകളെല്ലാം ഞാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഡെയിലി ഒരു കുറേ മണിക്കൂർ ഞാൻ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഈ ട്രാൻസ്ക്രിപ്റ്റ് വിത്തൗട്ട് ട്രാൻസ്ക്രിപ്റ്റ് ഞാൻ ആദ്യം പ്രാക്ടീസ് ചെയ്യും, പിന്നീട് ട്രാൻസ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പിന്നെ ഇത് ശരിക്കും അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തേ. ഞാൻ ഈ പഠിച്ച മോഡൽ ടെസ്റ്റുകൾ എല്ലാത്തിൻ്റെയും എനിക്കറിയാത്ത വൊക്കാബുലറി ലിസ്റ്റ് മുഴുവനും ഞാൻ എഴുതി. അങ്ങനെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കത് ചെറുതായിട്ട് ഉപകാരപ്പെട്ടു. കാര്യം കോമണായിട്ട് വരുന്ന, അതായത് ഞാൻ പഠിച്ച അത്രയും പ്രാക്ടീസ് ചെയ്ത ആ മോഡൽ ടെസ്റ്റുകളിലൊക്കെയും കോമണായിട്ട് വരുന്ന ചില വാക്കുകൾ, അത് ഞാൻ അങ്ങനെ വൊക്കാബുലറി പഠിച്ച മൂലം എനിക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ ആൻസർ ശരിയായിട്ടുണ്ട്. ചിലപ്പോൾ ഒരു അറിയാത്തൊരു വേർഡിൻ്റെ പേരിലായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു മാർക്ക് നഷ്ടമാവുന്നത്, അല്ലെങ്കിൽ മാർക്ക് കിട്ടാണ്ട് പോകുന്നത്. അപ്പോൾ എനിക്കത് വളരെ യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത്. അത്രയും ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും പിന്നെ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചത് കൊണ്ട് ഞാൻ ഒന്ന് കോൺഫിഡൻ്റ് ആയിരുന്നു. നമുക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടും എക്സാം ഹാളിൽ പോയിരിക്കുമ്പോഴായാലും. ഇപ്പം ടെൻഷനൊന്നും ഇല്ലാത്ത കാര്യം നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസിൽ പോയിരിക്കാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഞാൻ എൻ്റെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ചെയ്തത്. പിന്നെ ഞാനിതിൽ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഈ പറയുന്ന പോലെ ഈ വീഡിയോസ് അല്ലെങ്കിൽ കാർട്ടൂൺസ്, ഈ പോഡ്കാസ്റ്റൊക്കെ കേൾക്കാൻ പറയുന്നതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ആക്സെൻറ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ പരസ്പരം പറയുന്നതിൻ്റെയും നമ്മുടെ ടീച്ചേഴ്സ് പറയുന്നതിൻ്റെയും ഒക്കെ ആക്സെൻറ്റ് വ്യത്യാസമായിരിക്കും. റിയൽ ആക്സെൻറ്റിലോട്ട് വരുമ്പോൾ എക്സാമിനാണെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓരോ എക്സാമിൻ്റെ ഓഡിയോസ് പ്ലേ ചെയ്യുമ്പോഴും പലതും പല ആക്സെൻറ്റിലായിരിക്കും. ചിലതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും മനസ്സിലാക്കിയെടുക്കാൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് കുറച്ചൊരു എളുപ്പമായിട്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ കേൾക്കണം. സോ ഇന്ന് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്